السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കശ്ഫ് ശുബ്ഹാത്ത് എന്ന് പറയുന്ന പുസ്തകമാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുഖവുര എന്നോണമുള്ള കുറെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസുകളിൽ നാം വായിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യം അംഗീകരിക്കുകയും മുസ്ലിങ്ങളാണെന്ന് പറയുകയും അതോടൊപ്പം അള്ളാഹു അല്ലാത്തവരോട് ദുആ നടത്തുകയും ചെയ്ത ആളുകൾ ഉന്നയിച്ച സംശയങ്ങളും ആ സംശയങ്ങൾക്കുള്ള ഷെയ്ഖിന്റെ മറുപടിയുമാണ് ഇവിടെ അങ്ങോട്ട് വിശദീകരിക്കുന്നത്. ഒന്നാമതായി ഷെയ്ഖ് പറയുന്നത് മിസാലു ദാലിക ഇദാ ഖാല ലക ബഅദുൽ മുശ്രിക്കീൻ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഔ ഇന്ന ശഫാഅത ഹഖ്ഖുൻ ഔ ഇന്നൽ അംബിയാ ലഹും ജാഹുൻ ഇൻദല്ലാഹ് ഔ ദകറ കലാമൻ ലിന്നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തദില്ലു ബിഹി അലാ ബാത്തിലിഹി വ അൻത ലാ തഫ്ഹമു അലൽ കലാമി അല്ലദീ ദകറ. മുശ്രിക്കുകളിൽപ്പെട്ട ചില ആളുകൾ എന്നോട് പറഞ്ഞാൽ, അപ്പൊ അവരുടെ സംശയം, ഒന്നാമത്തെ സംശയം പറയാണ്, മുശ്രിക്കുകൾ ഉന്നയിക്കുന്ന സംശയം. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, മുശ്രിക്കുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത, അള്ളാഹുവിനോട് ദുആ ചെയ്യാത്ത ഏതെങ്കിലും മറ്റ് വിഭാഗക്കാരെയല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നീ സാക്ഷ്യം അംഗീകരിക്കുകയും നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷ മുസ്ലിങ്ങളായ ആളുകൾ ചെയ്യുന്നത് പോലെ ഒക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് മുശ്രിക്കുകൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ചില ആളുകൾ സൂചിപ്പിക്കുന്ന പോലെ പൊതു മുസ്ലിങ്ങൾ എന്നൊരു വിഭാഗം, അങ്ങനെയല്ല, അങ്ങനെ പേരിട്ട ആളുകൾ, ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ പറയുന്നു. ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 62-ാമത്തെ ആയത്ത് അറിയുക, തീർച്ചയായും അള്ളാഹുവിന്റെ വലിയുകൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരുടെ മേൽ യാതൊരു ഭയപ്പാടുമില്ല, അവർ സങ്കടപ്പെടേണ്ടതില്ല. സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് പേടിക്കാനൊന്നുമില്ല, അവർ സങ്കടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന ആയത്ത് മുശ്രിക്കുകളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ ശഫാഅത്ത് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായ ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനവും പദവിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിക്കുകയും എന്നിട്ട് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ ഒരു കാര്യത്തിനു വേണ്ടി ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിക്കുകയും ചെയ്താൽ, പക്ഷേ അവനാ ഊതുന്ന ഹദീസിന്റെ അർത്ഥമെന്ത് എന്ന് നിനക്ക് മനസ്സിലാകുന്നുമില്ല, ഇങ്ങനെ ഒരു മുശ്രിക്ക് പറയുകയാണെങ്കിൽ അതിനെന്ത് മറുപടിയാണ് കൊടുക്കേണ്ടതെന്നാണ് അടുത്ത വാചകം. അപ്പൊ ഈ പറഞ്ഞത് എന്താ മനസ്സിലാവുന്നത്? തൊട്ടു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഖുർആനിൽ മുഹക്കമായ ആയത്തുകളുണ്ട്, മുത്തശാബിഹായ ആയത്തുകളുണ്ട്. മുഹക്കമിനെ വിട്ട് മുത്തശാബിഹായ ആയത്തുകൾ പിന്തുടരുന്നത് മനസ്സിൽ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകളാണ്. അത്തരം ആളുകളെ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ആണ് അവസാനമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത്. അപ്പൊ അതിന് ഏത് നിലക്കാണ് മറുപടി കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആ വിഷയത്തിൽ പഠിപ്പിച്ചത്? അതിനുശേഷമാണ് ഷെയ്ഖ് മുശ്രിക്കുകളുടെ ഈ ഒരു ന്യായം അല്ലെങ്കിൽ സംശയം ഇവിടെ കൊടുക്കുന്നത്. ഇതിലും നേരത്തെ പറഞ്ഞതുപോലെ മുഹക്കമായ, തർക്കമില്ലാത്ത കാര്യങ്ങളുണ്ട്, എന്നാൽ ശരിയാണോ തെറ്റാണോ എന്ന് തോന്നാവുന്ന കാര്യങ്ങളുമുണ്ട്. ഈ രണ്ടിനും കൂടി അതേ രീതിയിൽ മറുപടി കൊടുക്കുക എന്ന കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച രൂപത്തിലുള്ള മറുപടിയാണ് ഇവിടെ ഷെയ്ഖ് നൽകുന്നത്. അപ്പൊ എന്താണ് ഇവിടെ മുഹക്കമായ കാര്യം? ഇവർ ഓതിയ ആയത്ത് ഇത് തെറ്റാന്ന് പറയാൻ കഴിയില്ല, ഖുർആനിലെ ആയത്താണ്. ആയത്തിൽ എന്താ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പേടിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യേണ്ടതില്ല, ശരിയാണ്. പക്ഷെ ഇത് ഉദ്ധരിക്കുന്ന ഖുബൂരികൾ, മുശ്രിക്കുകൾ ഉദ്ദേശിക്കുന്ന ആശയം എന്താ? ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടല്ലോ, ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാരാണ്, അവർക്ക് ഒന്നും പേടിക്കാനും സങ്കടപ്പെടാനുമില്ല. അത് പറഞ്ഞു വെച്ച് അവർ തെളിവാക്കുന്നത് ഇങ്ങനെയുള്ള ഔലിയാക്കന്മാർ അള്ളാഹിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനമുള്ളവരാണ്, അപ്പൊ അവരോട് നമുക്ക് ചോദിച്ചുകൂടെ എന്നാണ്. അത് പറയുന്നില്ലെങ്കിലും ഈ ആയത്ത് ഓതുന്നത് അതിനു വേണ്ടിയാണ്. അതുപോലെ ശഫായത്ത് എന്നൊരു സംഗതിയില്ലേ,
അതുണ്ട്, എല്ലാവർക്കും തർക്കമല്ല. പക്ഷെ ഇവരുദ്ദേശിക്കുന്നതോ ശഫായത്തുണ്ട്. അപ്പൊ ഇപ്പറഞ്ഞ ഔലിയാക്കന്മാരായ ആളുകൾക്ക് ശുപാർശ നടത്താൻ സാധിക്കും. അതുകൊണ്ട് ഔലിയാക്കളോട് നമുക്ക് ശഫായത്തിനെ തേടാം. അങ്ങനെ ശഫായത്തുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ആരാണ്? സാധാരണ മനുഷ്യന്മാരല്ല എന്ന് അവർ പറയും. ഖുർആൻ പറയുന്നത് എല്ലാവരും സാധാരണ മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷേ അമ്പിയാക്കൾക്ക് അള്ളാഹിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനമില്ലേ? അപ്പൊ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അതിലൂടെ ഔലിയാക്കന്മാരോട് ദുആ ചെയ്യാം, ചെയ്തുകൂടെ? അതിനെന്താ തെറ്റ് എന്നാണ് ഇവരെ സംശയം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിഷേധിക്കാൻ കഴിയില്ല. ഔലിയാക്കളുണ്ട്, അവർക്ക് അള്ളാഹിന്റെ അടുക്കൽ സ്ഥാനമുണ്ട്, പ്രവാചകന്മാർക്ക് സ്ഥാനമുണ്ട്. ശഫായത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ ഇവർ വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല. ഇനി അതിന് തെളിവായി ഏതെങ്കിലും ഒരു ഹദീസ് ഓതും, പക്ഷെ ആ ഹദീസിന്റെ യഥാർത്ഥ ആശയം എന്താണ് എന്ന് കേൾക്കുന്നവന് മനസ്സിലാവുകയില്ല. ഇങ്ങനെയുള്ള രണ്ടും കൂടി കൂട്ടിക്കുഴച്ച്, മുഹ്കമും മുത്തശാബിഹും കൂട്ടിക്കുഴച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾക്ക് അനുകൂലമായി തെളിവ് കൊണ്ടുവരിക, ഇത് സാധാരണ ഇവരുടെ ഒരു രീതിയാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാരിങ്ങനെ തന്നെ പറയാം, വയൽ പറയുമ്പോൾ കേൾക്കാം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അവർക്ക് പേടിക്കാനൊന്നുമില്ല, അള്ളാഹുവിന്റെ പക്കൽ വലിയ സ്ഥാനമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് കുറെ കഥകളൊക്കെ പറയും. പിന്നെ ശഫായത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൂടെ കൊണ്ടുപോകുന്നത് അങ്ങോട്ടാ. ഇവരോട് എന്തുകൊണ്ട് നമുക്ക് ചോദിച്ചുകൂടാ? അതിലേക്കാണ്. അതിന് ശൈഖ് പറയുന്ന മറുപടി, ഫജാവിബുഹു ബിഖൗലിക, അവരോട് നീ മറുപടി പറയേണ്ടത് ഈ രീതിയിലാണ്. ഏത് രീതി? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ, ആരുടെ മനസ്സിലാണോ വഴികേടുള്ളത് അവർ മുഹ്കമായ ആയത്തുകളെ, സംശയരഹിതമായ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിന് പഴുതില്ലാത്ത ആയത്തുകളെ വിട്ടുകളയുകയും, സംശയം തോന്നാവുന്ന എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ആളുകൾക്ക് സംശയം തോന്നാവുന്ന ആയത്തുകളെ പിന്തുടരുകയും ചെയ്യുക എന്ന് പറയുന്നത് മനസ്സിൽ രോഗമുള്ള ആളുകളാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വമാ ദക്കർതു ലക മിൻ അന്നല്ലാഹ ദക്കറ അന്നൽ മുശ്രിക്കീന യുഖിറൂന ബിർറുബൂബിയ്യ, നിന്നോട് നാം പറഞ്ഞിട്ടില്ലേ? അതായത് ഈ ചോദ്യം ചോദിക്കുന്ന മുശ്രിക്കിനോട് ശൈഖ് പറയാണ്, മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഖുബൂരികളെ പോലുള്ള ആളുകൾ. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത്, സൃഷ്ടിക്കുന്നത്, പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അള്ളാഹു ആണ് എന്ന് മക്കയിലെ മുശ്രിക്കും അംഗീകരിക്കുന്നുണ്ട് എന്ന് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? വഅന്നഹു കഫറഹും ബിതഅല്ലുഖിഹിം അലൽ മലായികത്തി അവിൽ അംബിയായി അവിൽ ഔലിയായി മഅ ഖൗലിഹിം. ഈ ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത് അംഗീകരിക്കുന്ന മുശ്രിക്കുകൾ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാഫറാക്കി, അല്ലെങ്കിൽ അള്ളാഹു കാഫറാക്കി. എന്താ ഇതിന് കാരണം? അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു, അള്ളാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നവർ അംഗീകരിക്കുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അവരെ അള്ളാഹു മുശ്രിക്കാണ് എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ കാഫറാക്കാനുള്ള കാരണം, അവർ മലക്കുകളും അമ്പിയാക്കളുമായ ആളുകൾ, അതുപോലെ തന്നെ ഔലിയാക്കളും അവരോട് ബന്ധപ്പെടുന്നു. എന്നാൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതിന് പകരം ഈ അമ്പിയാക്കളെയും മലക്കുകളെയും ഔലിയാക്കളെയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് പറയുകയും എന്നിട്ട് അതിലൂടെ അള്ളാഹുവിലേക്ക് എത്താം എന്ന് ധരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ടാണ് അള്ളാഹു അവരെ കാഫറാക്കിയത്. അതിന് തെളിവായി അവർ പറയുന്നു, ഹഉലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഈ നല്ല നല്ല മനുഷ്യന്മാരായ ആളുകൾ, അതായത് മലക്കുകളും അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അള്ളാഹുവിനടുക്കൽ ശുപാർശക്കാരാണ് എന്ന് മക്കയിലെ ഖുബൂരികളായ മുശ്രിക്കുകളായ ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. അതേ വിശ്വാസം തന്നെയല്ലേ നിനക്കുമുള്ളത്? അപ്പൊ അത് ശിർക്കാണെങ്കിൽ ഈ വിശ്വാസം പുലർത്തിയ ആളുകളെ അള്ളാഹു കാഫറാക്കിയെങ്കിൽ ഈ വാദം ഉന്നയിക്കുന്ന നീയും കാഫറല്ലേ? നീ പറയുന്നത് ശരിയല്ലല്ലോ, ഇതേ ന്യായമല്ലേ അവരും പറഞ്ഞത്? വഹാദാ അംറുൻ മുഹ്കം ലാ യഖ്ദിറു അഹദുൻ അൻ യുഗയ്യിറ മഅനാ. അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശക്കാരായ എന്ന് പറഞ്ഞാൽ ശുപാർശക്ക് അള്ളാഹു അനുവാദം നൽകുന്ന ആളുകളുണ്ട് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയാത്ത, അർത്ഥം മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ശഫായത്തില്ല എന്ന് പറയില്ല, ശഫായത്തുണ്ട്. ആരാ? അമ്പിയാക്കൾ ശഫായത്ത് ചെയ്യും, രക്തസാക്ഷികൾ ശുപാർശ ചെയ്യും, ഔലിയാക്കൾ ശഫായത്ത് നടത്തും. ഇതൊക്കെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മനസ്സിലാക്കുന്ന കാര്യമാണ്. അത് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ ആ ശുപാർശ എന്താണ്? അള്ളാഹു അനുവദിച്ച ആളുകൾക്ക് മാത്രമേ ശുപാർശ നടത്താൻ കഴിയുകയുള്ളൂ. അള്ളാഹു അനുവദിച്ചു കൊടുത്ത ആളുകൾക്ക് വേണ്ടിയേ ശുപാർശ നടത്താൻ കഴിയുകയുള്ളൂ. ദുനിയാവിൽ തോന്നിയവർക്കൊക്കെ ശുപാർശ ചെയ്യാൻ പറ്റുന്നത് പോലെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ നടത്താൻ സാധിക്കുകയില്ല. അപ്പൊ ശുപാർശ എന്ന് പറയുന്നത് ആ ശുപാർശ നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു
അള്ളാഹു നൽകുന്ന ഒരു പദവി മാത്രമാണ്, അവരുടെ അധികാരമല്ല. ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ശഫാഅത്ത് നടത്താൻ കഴിയില്ല, പറയാൻ തന്നെ കഴിയില്ല. പറയണമെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ അനുമതി വേണം. ആർക്ക് വേണ്ടി ശുപാർശ നടത്തണമോ അതിനും അള്ളാഹുവിന്റെ അനുവാദവും അവരെ കുറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയും വേണം. അപ്പൊ ഇവര് പറയുന്നത് എന്താ? ശഫാഅത്തില്ലേ, ശഫാഅത്തുണ്ട്. പക്ഷെ ആ ശഫാഅത്തുണ്ട് എന്ന കാര്യം വിട്ട് നിങ്ങൾ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്നു. വമാ ദക്കർതഹു ലീ അയ്യുഹൽ മുശ്രിക് മിനൽ ഖുർആൻ. കണ്ടോ, ശൈഖിന്റെ പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആനിൽ നിന്ന് ഈ ആയത്ത് എന്നോട് ഓതിയ മുശ്രിക്കേ, നീ ആ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഔ കലാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലെങ്കിൽ നീ എന്നോട് ഓതിയ എനിക്ക് അർത്ഥമറിയാത്ത ഹദീസ്, വലാകിൻ അഖ്തഉ അന്ന കലാമല്ലാഹി ലാ യതനാഖൽ, എന്നാൽ ശഫാഅത്തുണ്ടല്ലോ എന്ന് നീ പറഞ്ഞു, ഖുർആനിൽ അങ്ങനെ ആയത്തില്ലേ, പിന്നെ നബിന്റെ ഹദീസ് ഓതി, എന്നാൽ ഇത് രണ്ടും കൂടി വൈരുദ്ധ്യമാവുകയില്ല. ഖുർആനും ഖുർആൻ തമ്മിൽ എതിരാവുകയില്ല, ഖുർആനും ഹദീസും തമ്മിൽ എതിരാവുകയില്ല. എന്നാൽ അന്ന കലാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഖാലിഫു കലാമല്ലാഹ്, അതുപോലെ തന്നെ ഹദീസും അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനോട് എതിരാവുകയില്ല. ഇതാണ് നീ അവന് നൽകേണ്ടുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അതിന്റെ ചുരുക്കം എന്താ? നീ പറയുന്ന ഈ വാദം, അതായത് ഔലിയാക്കളുണ്ട്, അമ്പിയാക്കളുണ്ട്, സാലിഹ്യങ്ങളുണ്ട്, അവർക്ക് ശഫാഅത്തിനുള്ള അനുവാദം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകളും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് അംഗീകരിച്ചതോടൊപ്പം തന്നെ അള്ളാഹു അവരെ കാഫറാക്കി. കാരണം എന്താ? വേറെ ഒരർത്ഥത്തിലാണ് ആ ശഫാഅത്തിനെ അവർ ഉപയോഗിച്ചത്. ഈ ശുപാർശക്കാരെന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകൾ അവരുടെ ഇഷ്ടപ്രകാരം അള്ളാഹിന്റെ പക്കൽ ശുപാർശ നടത്തി ആ ശുപാർശ ചോദിക്കുന്ന ആളുകളെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നാണ് അവർ വിശ്വസിച്ചത്. അപ്പൊ ഇതാരാ? നബിന്റെ കാലഘട്ടത്തിലുള്ള നബിയിൽ വിശ്വസിക്കാത്തവരും ഇനി നബി വരുന്നതിന്റെ മുമ്പ് തന്നെ മക്കയിലുണ്ടായിരുന്ന ജാഹിലിയത്തിൽ, അതായത് പ്രവാചകനാകുന്നതിന്റെ മുമ്പ് മക്കയിലുണ്ടായിരുന്ന ആളുകൾക്കും എന്ത് വിശ്വാസമുണ്ട്? അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, മലക്കുകളിൽ വിശ്വസിച്ചിട്ടുണ്ട്. അവർ വിളിച്ചു പ്രാർത്ഥിയ ലാത്ത, ഉസ്സ, മനാത്ത എന്നുള്ളവ വെറും കല്ലോ മരമോ മുട്ടിക്കഷ്ണങ്ങളോ ആയിരുന്നില്ല, മറിച്ച് അത് ഔലിയാക്കന്മാരുടെ പേരുകളായിരുന്നു. അവർ പറഞ്ഞിരുന്ന ന്യായവും ഈ ആളുകളൊക്കെ ശുപാർശ ചെയ്യും, ശുപാർശയിലൂടെ രക്ഷപ്പെടാമെന്നാണ്. എന്നിട്ടും അള്ളാഹു അവരെ കാഫറാക്കി. അപ്പോ അതേ ന്യായം തന്നെയാണ് നീയും പറയുന്നത്. അപ്പോ ആയത്തോതിയിട്ട് ഇത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ല. അതിന് എന്താണോ അതിന്റെ യഥാർത്ഥ ആശയം, ആ ആശയം മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇയാൾ ഉന്നയിച്ചിട്ടുള്ള രണ്ട് തരത്തിലുള്ള സംശയങ്ങൾ, ഒന്ന് മുഹക്കമായ കാര്യമാണ്, മറ്റൊന്ന് മുത്തശാബിഹായ കാര്യമാണ്. അത് രണ്ടും ഉൾപ്പെടുത്തി നൽകിയ മറുപടിക്ക് അതേ രീതിയിൽ മുഹക്കമ കൊണ്ടും അതുപോലെ തന്നെ വിശദമായും, നേരത്തെ പറഞ്ഞ രണ്ട് രീതിയിൽ, ഒന്ന് സംക്ഷിപ്തമായ മറുപടി, മറ്റൊന്ന് വിശദമായ മറുപടി, അതേ രീതിയിലാണ് ഇത്തരം സംശയം ഉന്നയിക്കുന്ന ആളുകളോട് നീ മറുപടി പറയേണ്ടത് എന്നാണ് ഷെയ്ഖ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് ഇവർ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനുള്ള മധ്യസ്ഥന്മാരായ ചില ആളുകളുണ്ട് എന്ന് മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവരാരും ലോകം നിയന്ത്രിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നിയന്ത്രിക്കാൻ, ചെയ്യാൻ, പ്രവർത്തിക്കാൻ കഴിവുള്ളവരോ ആണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, അതോടൊപ്പം ഇവരോട് ശഫാഅത്ത് ചോദിക്കുകയും ചെയ്താൽ മുസ്ലിമാകും എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ മക്കയിലെ മുശ്രിക്കുകളും മുസ്ലിമാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. കാരണം നിങ്ങൾ അതേ വിശ്വാസം അവർക്കുണ്ടായിരുന്നത്. അപ്പോ ഈ പറയുന്ന ശിർക്കൻ പ്രവർത്തനങ്ങൾ, അതില് ഒരു ന്യായവും നിങ്ങൾക്ക് ഇല്ല. പിന്നെ മതത്തിന്റെ പ്രമാണമായ ഖുർആനും ചില ഹദീസുകളും വെച്ചാണ് നിങ്ങൾ മധ്യസ്ഥന്മാരുണ്ട്, അവരോട് ചോദിക്കാം എന്ന് രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് തെളിവ് പിടിക്കുന്നത്. അതുകൊണ്ട് ശരിയായി പരിശോധിച്ചാൽ നിങ്ങൾക്കതിൽ യാതൊരു തെളിവും കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഷെയ്ഖ് നൽകുന്ന മറുപടി മുഹക്കമായ കാര്യങ്ങൾ. ആ മുഹക്കമായ കാര്യം എന്താ? ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മുഹക്കമുണ്ട്, മുത്തശാബിഹുണ്ട്. മുത്തശാബിഹ് പിൻപറ്റുന്ന ആളുകൾ വഴികേടിന്റെ ആളുകളാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ന്യായം അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഉണ്ട് എന്ന കാര്യവും ശഫാഅത്തുണ്ട് എന്ന കാര്യവും പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ രണ്ടും കൂടി കൂട്ടിക്കഴിച്ച് ഈ സ്ഥാനമുള്ള ശഫാഅത്ത് എന്ന കാര്യം അവർക്ക് അധികാരത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് കൂട്ടിക്കഴിച്ച് പറയുക എന്ന കാര്യമാണ്. അത് ഒരിക്കലും പ്രമാണമല്ല, അംഗീകരിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ഇത്തരം മറുപടി അവർക്ക് നൽകിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റൊരു മറുപടിയും പറയാനുണ്ടാവുകയില്ല. അതായത് റുബൂബിയത്ത് അംഗീകരിച്ചതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവുകയില്ല. ഇനി ഒന്നുകൂടി ആലോചിച്ചാലോ, നബിന്റെ കാലഘട്ടത്തിലുള്ള മക്കയിലെ കുബൂരികളായ മുശ്രിക്കുകളായ ആളുകൾ എല്ലാം സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അള്ളാഹു മാത്രമാണ് എന്ന് അംഗീകരിച്ചവരാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ നാട്ടിലുള്ള കുബൂരികളായ ആളുകളോ അവർക്ക് ആ വിശ്വാസമില്ല. കാരണം എന്താ? ഇവിടെ എന്താ നിയന്ത്രിക്കുന്നതാരാണ്? CM
എം മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്. എല്ലാം ആകാശങ്ങളും ഭൂമികളും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഇതൊക്കെ എഴുതി വിട്ടതും പാട്ടുണ്ടാക്കി വിട്ടതുമാണ്. അതുപോലെ മമ്പറത്ത് കൊടി വീശിയാൽ മഴ കിട്ടും. അബ്ദുൽ ഖാദർ ജീലാനി അള്ളാഹുവിന്റെ സമ്മതമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഖബറിൽ നിന്ന് മരിച്ചവനെ ജീവിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ അനുവാദമൊന്നും വേണ്ട, സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ജീവിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തെ അബ്ദുൽ ഖാദർ എന്നാള് മുഹീദ്ദീൻ, മതത്തെ ജീവിച്ചവൻ എന്നായത്. ഇതൊക്കെ കുത്തുബിയത്തിന്റെ ഷർഹിൽ അറബിയിലും മലയാളത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കാനും അരുവികൾ ഒഴുക്കാനും കഴിവുള്ളവനാണ് അബ്ദുൽ ഖാദർ ജീലാനി. ഇതൊക്കെ പല പുസ്തകത്തിലാ എഴുതിയിട്ടതാ. ഈ ഒരു വിശ്വാസം ആർക്കില്ല. മക്കയിലെ അബൂജഹലിനോ അബൂലഹബിനോ അങ്ങനെ ഒരു മുശ്രിക്കിനും അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. മുദബ്ബിർ, എല്ലാം ചെയ്യുന്നവൻ, അതിന് കഴിവിട്ടവൻ അള്ളാഹു മാത്രമാണ് എന്നവർ വിശ്വസിച്ചിരുന്നു. അപ്പൊ ആ വിശ്വാസം പോലും ഇന്നത്തെ കുബൂരിക്കില്ല എന്നതാണ്. ഷെയ്ഖിന്റെ കാലഘട്ടത്തിലെ സൗദി അറേബ്യയിലെ മുശ്രിക്കുകൾക്ക് ഒരു പക്ഷേ അവർക്കും ഈ വാദം ഉണ്ടാകണമെന്നില്ല. ഇത് ലോകം നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും ഔലിയോ ഔത്തുലമോ ആണ് എന്ന്. വഹാദാ ജവാബുൻ ജയ്യിദുൻ സദീദുൻ വലാകിൻ ലാ യഫഹമുഹു ഇല്ലാ മൻ വഫഖഹു അല്ലാഹു തആല വലാ യസ്തഹ്വിനുഹു വഇന്നഹു വമാ യുലഖാഹാ ഇല്ലൽ ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ നദീം. ഈ മറുപടി നീ അവർക്ക് കൊടുത്താൽ അതൊരു നേരെ ചൊവ്വായ നല്ല ഒരു മറുപടിയാണ്. പക്ഷേ മറുപടി നന്നായതുകൊണ്ട് കാര്യമല്ല. ഈ മറുപടി മനസ്സിലാവുക അള്ളാഹുവിൽ നിന്ന് തൗഫീഖ് ലഭിച്ചവന് മാത്രമാണ്. അല്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞാൽ തിരിയുകയില്ല. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെ നിസ്സാരമാക്കാത്ത ആളുകൾക്കുമേ ഇത് മനസ്സിലാവുകയുള്ളൂ. അത് ആർക്കാ സാധിക്കുക? വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹാ ഇല്ലാ ദു ഹദ്ദിൻ നദീം. സൂറത്ത് ഫുസ്സിലത്തിലെ 35-ാമത്തെ ആയത്ത്. ഇത്തരം കാര്യങ്ങൾ അത് ക്ഷമയുള്ള, അതുപോലെ തന്നെ മഹത്തായ ഭാഗ്യം ലഭിച്ച ആളുകൾക്ക് മാത്രമേ അത് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ. അപ്പൊ പറഞ്ഞു കൊടുക്കാം, മറുപടി നന്നായാൽ പോലും അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയവനെ ഇത് അംഗീകരിച്ച് ശരിയായ വിശ്വാസത്തിലേക്ക് വരികയുള്ളൂ എന്നതാണ്. വഅമ്മൽ ജവാബുൽ മുഫസ്സൽ ഫഇന്ന അഅദാ അല്ലാഹി ലഹും ഇഅ്തിറാളാത്തുൻ കതീറ അലാ ദീനിർ റുസുൽ യസുദ്ദൂന ബിഹൻ നാസ അൻഹു മിൻഹാ ഖൗലുഹും നഹ്നു ലാ നുശ്രികു ബില്ലാഹി ശൈഅൻ ബൽ നഷ്ഹദു അന്നഹു ലാ യഖ്ലുഖു വലാ യർസുഖു. ഇനി ഈ പറഞ്ഞതിന് വിശദമായി മറുപടി പറയുകയാണെങ്കിൽ, മറുപടി തീർന്നിട്ടില്ല, നേരത്തെ സംക്ഷിപ്തമായ മറുപടി കൊടുക്കും. ഇനി വിശദമായ മറുപടി എന്താണ്? അള്ളാഹുവിന്റെ ശത്രുക്കളായ ആളുകൾ, അവർക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ പറയാനുണ്ടാകും പ്രവാചകന്മാരുടെ മതത്തിനെതിരായി. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ മതത്തിൽ നിന്ന് ജനങ്ങളെ തടയാൻ പറ്റുന്ന ചില ന്യായീകരണങ്ങൾ പറയാനുണ്ടാകും. ഇവിടെ ശൈഖ് ഉപയോഗിച്ച വാചകം എന്താ? ഫഇന്ന അഅദാ അല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുക്കൾ ആരാ? ഖുബൂരി, ഖബറിനെ ആരാധിക്കുന്ന ആളുകളെ കുറിച്ചാണ് കഴിഞ്ഞ വാചകത്തിൽ മുശ്രിക്കുകളെ എന്ന് വിളിച്ചത്. രണ്ടും ജമ്മാക്കി വിളിച്ചു, ഏകവചനാക്കി വിളിച്ചു. അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞത് ആരാ? ഇവിടുത്തെ RSS എന്ന സംഖ്യയല്ല. ഷെയ്ഖ് മുഹമ്മദുൽ വഹാബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയ 5 വക്ത് നിസ്കരിക്കുന്ന, ജുമഅക്ക് വരുന്ന, നോമ്പ് വിൽക്കുന്ന, ഹജ്ജിന് പോകുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഉംറ നിർവഹിക്കുന്ന, ഇത്തികാഫിരിക്കുന്ന, ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഔലിയാക്കളോട് സഹായം തേടുന്നു. അവനെയാണ് ഇവിടെ അള്ളാഹുവിന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞത്. കാരണം ദീന്റെ ആൾക്കാരല്ല. എന്തുകൊണ്ട് അള്ളാഹിന്റെ ശത്രുക്കളായി? പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദ് എന്താണോ അതിന്റെ എതിരാളികളാണ്. അപ്പൊ അവർ അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. മിൻഹാ ഖൗലുഹും, അതിൽപ്പെട്ടതാണ് ഈ പറയുന്ന ആളുകളുടെ, ഈ മുശ്രിക്കുകളുടെ, അള്ളാഹുവിന്റെ ശത്രുക്കളുടെ വാദം. നഹ്നു ലാ നുശ്രികു ബില്ലാഹി ശൈഅൻ, ഞങ്ങൾ അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കുന്നവരല്ല. ഇതും മക്കയിലെ മുശ്രിക്ക് പറഞ്ഞാണ്. ഞങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നില്ല. കാരണം എന്താ? അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചത്, അവനാണ് റിസ്ക് നൽകുന്നത്, അവനാണ് ഉപകാരം ചെയ്യുന്നത്, അവൻ മാത്രമാണ് ഉപദ്രവം വരുത്തുന്നത്. അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്നൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത് ഷെയ്ഖിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകളെ കുറിച്ച് പറയാണ്. ഷെയ്ഖിന്റെ കാലഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത ആളുകൾ അവരും പറഞ്ഞിരുന്നു, ഞങ്ങൾ അള്ളാഹിൽ പങ്കു ചേർക്കുന്നവരല്ല. ഇത് മക്കയിലെ മുശ്രിക്കും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അള്ളാഹിൽ പങ്കു ചേർക്കുന്നില്ല. പിന്നെന്താ? ഇടയാളന്മാരെ സ്വീകരിക്കുക, ശുപാർശക്കാരെ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു, എല്ലാം പഴയതാണ്, പുതിയ ഒന്നുമില്ല. അതിന്റെ പഴയതിന്റെ പുതിയ വേർഷനുകൾ ഉണ്ടാവും എന്ന് മാത്രം. അപ്പൊ മക്കയിലെ മുശ്രിക്ക് പറഞ്ഞ ന്യായം എന്താണോ അതാണ് മുഹമ്മദ് ബിൻ വഹാബിന്റെ കാലഘട്ടത്തിലെ ഖബർ ആരാധകരായ ഈത്തപ്പനയെ പോലും ആരാധിച്ച മുശ്രിക്കുകളായ ആളുകൾ പറഞ്ഞത്. അതേ ന്യായമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകളും പറയുന്നത്. ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല. അതിന് കാരണം എന്താ? അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്, അവനാണ് ഭക്ഷണം നൽകുന്നത്, അവനാണ് ഉപകാരോപദ്രവങ്ങൾ വരുത്തുന്നത് എന്നൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നു.
പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ മുശ്രിക്കുകളാകുക? ലാ യംലികു ലിനഫ്സിഹി നഫ്അൻ വലാ ദർറൻ. മുഹമ്മദ് നബി പോലും സ്വന്തത്തിനു വേണ്ടി ഒരു ഉപകാരവും ഉപദ്രവവും ഉടമപ്പെടുത്തിയവനാണ്. എന്നാൽ നബിക്ക് സ്വന്തം ഒരു ഉപകാരമോ ഉപദ്രവമോ മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഫളൻ അൻ അബ്ദുൽ ഖാദിർ, എന്നിട്ടല്ലേ അബ്ദുൽ ഖാദിർ എന്നാൽ അബ്ദുൽ ഖാദിർ ജീലാനിയാണ്. അപ്പൊ അങ്ങനൊന്നും ഞങ്ങൾക്ക് വിശ്വാസമല്ല. മറിച്ച് അവരോട് ചോദിക്കാം, അവർ അള്ളാഹുവിനോട് പറയും, എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടും. ഇങ്ങനൊരു മധ്യസ്ഥന്മാരെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആരും മുശ്രിക്കല്ല എന്ന് ഇവർ പറയുന്നു. ഇതന്നല്ലേ നമ്മളെ നാട്ടിലെ ആൾക്കാർ പറയുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി അടുത്തതാണ്. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ട്. പിന്നെ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അവര് നമ്മളെ സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ മുശ്രിക്കാകുന്നില്ല. ഇതേ വാദം മക്കയിൽ ആളുകൾ ഉന്നയിച്ചിരുന്നു. എന്നിട്ടും അള്ളാഹു അവരെ കാഫറാക്കി. അപ്പൊ നിങ്ങളും അതേ ന്യായം പറയുന്നു. ഈ ന്യായം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളാവുകയില്ല എന്ന് പറഞ്ഞാൽ തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. തൗഹീദുർ റുബൂബിയ്യത്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവനോട് മാത്രമേ ദുആ പാടുള്ളൂ, അവനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ ഇസ്തിഗാസ നടത്താൻ പാടുള്ളൂ എന്ന കാര്യം കൂടി നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. എന്നാലേ നിങ്ങളുടെ ഈമാൻ ശരിയാവുകയുള്ളൂ. ഇതാണ് ഷേഖ് ഈ ചോദ്യത്തിലൂടെ അല്ലെങ്കിൽ ഈ വാദം ഉന്നയിച്ചുകൊണ്ട് അവർക്ക് നൽകുന്ന മറുപടി. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളോട് പറയാനുള്ളത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാലും ആ പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായി ഔലിയാക്കന്മാരായ ആളുകളെ ശുപാർശക്കാരായും ഇടയാളന്മാരായും നിശ്ചയിച്ച് അവരോട് കാര്യങ്ങൾ പറയുകയും അതിലൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയും ചെയ്താൽ അത് അവരോടുള്ള ദുആയാണ്, പ്രാർത്ഥനയാണ്. അപ്പൊ അത് ശിർക്കായി തീരും. വലാകിൻ അന മുദ്രിബുൻ വസ്സാലിഹൂന ലഹും ജാഹുൻ ഇൻദല്ലാഹ് വഅത്ലബു മിനല്ലാഹി ബിഹിം. അപ്പോ ഇങ്ങനത്തെ പണിയൊന്നും ഞാൻ എടുക്കില്ല. ഇത് അള്ളണ്ട് എന്ന് പറയുന്നു, റസൂലുണ്ടെന്ന് പറയുന്നു, ഉപകാരോപദ്രവം ചെയ്യുന്നവനും റിസ്ക് നൽകുന്നവനും സൃഷ്ടിക്കുന്ന ഒക്കെ അവനാണ്, അള്ളാഹുവാണ്. പക്ഷേ എനിക്കുള്ള ഒരു വിശ്വാസം എന്താ? ഇത് മുശ്രിക്ക് പറയാണ്, അന മുദ്നിബ്, ഞാൻ പാപിയാണ്. വസ്സാലിഹൂന ലഹും ജാഹുൻ ഇൻദല്ലാഹ്, ഔലിയാക്കളാകട്ടെ അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എമ്പാടും സ്ഥാനങ്ങളുണ്ട്. വഅത്ലബു മിനല്ലാഹി ബിഹിം, ഈ ഔലിയാക്കളെ കൊണ്ട് അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്, ഇതിലപ്പുറം ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ ഇടയാളന്മാരാക്കുന്നു, അവരോട് പറയുന്നു, അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് വാങ്ങിത്തരുന്നു. ഇതിനപ്പുറത്തൊരു വിശ്വാസം ഞങ്ങൾക്കില്ല എന്നാണ് ഇവർ പറയുക. ഇതെന്താണ് ഈ ചോദിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം? അവരിലൂടെ അല്ലെങ്കിൽ ഇവരെ കൊണ്ട്, ഔലിയാക്കളെ കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടയാളന്മാരാക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ഇടയാളന്മാരാക്കുന്നത് ശിർക്കാണോ തൗഹീദാണോ? ഫജാവിബുഹും ബിമാ തഖദ്ദം, നേരത്തെ പറഞ്ഞ അതേ മറുപടി തന്നെ നീ അവരോട് പറയുക. വഹുവ അന്നല്ലദീന ഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖിറൂന ബിമാ ദക്കർത ലി അയ്യുഹൽ മുബ്തിൽ വമുഖിറൂന അന്ന ഔതാനഹും ലാ തുദബ്ബിറു ശൈഅൻ വഇന്നമാ അറാദു മിമ്മൻ ഖസദൽ ജാഹ വശഫാഅ. അപ്പൊ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കുന്നു, പിന്നെ അല്ലാഹുവാണ് ഖാലിഖ്, റാസിഖ്, മാലിക് എന്നൊക്കെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മുശ്രിക്കല്ല. ഈ ഔലിയാക്കളിലൂടെ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നവനോട് നിനക്ക് നൽകാനുള്ള മറുപടി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നിന്റെ ഈ വിശ്വാസം പണ്ടുള്ള ആളുകൾക്കുണ്ടായിരുന്നു. മുഹമ്മദ് നബി പ്രവാചകനായി വന്നതിന് ശേഷം മുഹമ്മദ് നബിയെ അംഗീകരിക്കാത്ത ആളുകളെ നമുക്ക് മാറ്റിയിരുത്താം. ഒരു നബിയിലും വിശ്വസിച്ചിട്ടില്ല. എന്നാൽ നബി വരുന്നതിന് മുമ്പുള്ള ആളുകളോ ആ ആളുകൾ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്ന് മാത്രമല്ല അള്ളാഹുവിനോട് മാത്രമാണ് അത്യാപൽ ഘട്ടത്തിൽ ദുആ ചെയ്യേണ്ടത് എന്നവർ വിശ്വസിക്കുന്നു. അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത്, ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്. ഇതൊക്കെ മക്കയിലെ മുഹമ്മദ് നബി വരുന്നതിന്റെ മുമ്പുള്ള മുശ്രിക്കുകളായ ആളുകളും അംഗീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അംഗീകരിച്ച ആളുകളോട് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം നടത്തിയത്. അല്ലല്ല എന്ന് പറഞ്ഞവരോടല്ല, ഇബ്രാഹിം നബിനെ അംഗീകരിക്കാത്തവരോടല്ല, ഹജ്ജ്, നോമ്പ്, നിസ്കാരം, എത്തിക്കാഫ്, തവാഫ്, നേർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തവരോടല്ല. ഖാതലഹും റസൂലുള്ളാഹ് മുഖിറൂന ബിമാ ദക്കർത ലി, നീ എന്തൊക്കെ വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ടോ അതേ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച ആളുകളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടത്തിയത്. ഒരു കാര്യം ഒഴിവുള്ളൂ, ഇത് മുഹമ്മദ് റസൂലുള്ള എന്ന് അംഗീകരിച്ചിട്ടില്ല. ഇത് നബി വന്നതിന് ശേഷമുള്ള ആളുകൾ. അതിന്റെ മുമ്പുള്ള ആളുകളാണെങ്കിൽ അതും പറയാനില്ല, അവർക്കുണ്ട് ഈ വിശ്വാസം. പിന്നെന്തിന് ഓലെ കാഫറാക്കി? മുഹമ്മദ് നബി പ്രവാചകനായി വരുന്നതിന്റെ മുമ്പ് മക്കയിലുണ്ടായിരുന്ന ആളുകൾ കാഫറാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു നരകത്തിലാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇവര് പറയുന്നത് തൗഹീദാണെങ്കിൽ സൃഷ്ടിക്കുന്നത് സംരക്ഷിക്കുന്നു അള്ളാഹുവാണ്, ശുപാർശക്കാരെ സ്വീകരിക്കുക മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്നതാണ് നിങ്ങളുടെ വാദമെങ്കിൽ അതേ വാദം മക്കയിലുള്ള അറബികൾക്കും
ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ അവരെന്തിന് കാഫർ എന്ന് പറഞ്ഞു? അവരെ എന്തിന് മുശ്രിക്കെന്ന് വിളിച്ചു? എന്തിന് അവരോട് നബി യുദ്ധം ചെയ്തു? മക്കയിൽ നടത്തിയ യുദ്ധമൊക്കെ ആരോടാ? അല്ലല്ല എന്ന് പറഞ്ഞവരോടല്ല, നിസ്കരിക്കാത്തവരോടല്ല, എന്നാൽ അവരുടേതായ നിസ്കാരം, നോമ്പ് വെൽക്കാത്തവരോടല്ല, മുഹറമത്തിന്റെ നോമ്പ്, അതുപോലെ ഇത്തിക്കാഫ്, ഉംറ, ഹജ്ജ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്തവരോട് നബി യുദ്ധം നടത്തിയത് എന്തുകൊണ്ട്? നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവരും ചെയ്തു. പക്ഷേ നിങ്ങൾ പറയുന്ന അതേ പണി ഇടയാളന്മാർ, ഇവിടെ പറഞ്ഞ വാചകമല്ലോ, അത്ലുബു മിനല്ലാഹി ബിഹിം, ഔലിയാക്കന്മാരെ കൊണ്ട് അള്ളാഹുവിനോട് ഞങ്ങൾ ചോദിക്കുന്നു. ഇടയാളന്മാരെ വെച്ചു. അതാണ് നിങ്ങളെയും കുഴപ്പം. നബിന്റെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ എന്തംഗീകരിച്ചു? ഞങ്ങൾ ആരാധിക്കുന്ന ലാത്ത, ഉസ്സ, മനാത്ത എന്നിങ്ങനെയുള്ള വിഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്വാലിഹീങ്ങൾ, അവർ ഒന്നിനെയും നിയന്ത്രിക്കുന്നില്ല. ലോകം നിയന്ത്രിക്കുന്നത് ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ് എന്ന് നബിന്റെ കാലഘട്ടത്തിലെ അറബികൾ, ഖുബൂരികൾ വിശ്വസിച്ചിട്ടില്ല. നൂഹ് നബിന്റെ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വദ്, സുവാഴ്, യവൂത്ത്, യൗക്ക്, നസ്ർ തുടങ്ങിയ ആളുകൾ ലോകം നിയന്ത്രിക്കുന്നു എന്നവർ വിശ്വസിച്ചിട്ടില്ല. പിന്നെന്തുകൊണ്ട് അവർ മുസ്ലിമായില്ല? അവരെ ഇടയാളന്മാരാക്കി. അപ്പൊ നിങ്ങളും ഔലിയാക്കളെ ഞങ്ങൾ ഇടയാളന്മാരായി സ്വീകരിക്കുകയാണ്. അവർക്ക് സ്ഥാനവും പദവിയും ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ശുപാർശ ചെയ്യാൻ അധികാരമുണ്ട്, അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റും എന്ന നിങ്ങളുടെ വിശ്വാസം തന്നെയാണ് നബിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങളും അവര് സമമാണ്. ഇതാ ഷെയ്ഖ് പറയുന്നത്. അവർ മുശ്രിക്കായി, അള്ളാഹു അവരെ കാഫറാക്കി. അതേ വിശ്വാസം നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് നിങ്ങളും കാഫറാണ്. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട്, റുബൂബിയത്ത് അംഗീകരിച്ചത് കൊണ്ട് മാത്രം മുസ്ലിം ആവുകയില്ല. ഇവിടെ ഒക്കെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ് അതെന്താ? അവരെക്കാൾ കടുത്ത കുഫ്റും ശിർക്കുമാണ് ഇന്നത്തെ ആളുകൾക്ക്. മഴ വർഷിപ്പിക്കുന്നത് അബ്ദുൽ ഖാദർ ജീലാനിയാണ്, നദികൾ ഒഴുക്കുന്നത് അബ്ദുൽ ഖാദർ ജീലാനിയാണ്, ഗൗസുൽ ആലമാണ്, ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ് എന്ന് മക്കയിലെ മുശ്രിക്ക് വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ഇവർക്ക്, മക്കയിലെ മുശ്രിക്കുകൾക്ക് റുബൂബിയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, ഇവർക്ക് റുബൂബിയത്തിലും വിശ്വാസമല്ല, ഉലൂഹിയത്തിലും വിശ്വാസമല്ല. ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഷെയ്ഖിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് എന്ത് വിശ്വാസമാണോ ഉണ്ടായിരുന്നത് അതേ വിശ്വാസമാണ് മുശ്രിക്കു സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നത്. ഫൽ ജമീഉ കാന മുഖിറൻ ബി അന്നല്ലാഹ ഹുവർ റബ്ബുൽ ഖാലിഖുർ റാസിഖുൽ മുഹ്യിൽ മുമീത് വലാകിന്നഹും ജഅലു ശുഫആഅ വസായിത ബൈനഹും വബൈനല്ലാഹ്. രണ്ടു കൂട്ടരും റബ്ബുണ്ട്, റബ്ബാണ് സൃഷ്ടാവ്, അവനാണ് റിസ്ക് നൽകുന്നവൻ, അവനാണ് ജീവിപ്പിക്കുന്നവൻ, അവനാണ് മരിപ്പിക്കുന്നവൻ എന്ന് വിശ്വസിച്ചു. ഇത് രണ്ടിൽ വ്യത്യാസമല്ല, രണ്ടു കൂട്ടരും വ്യത്യാസമല്ല. പക്ഷേ അവരും ഇവരും ഔലിയാക്കളായ ആളുകൾ നമുക്കും അള്ളാഹുവിനും ഇടയിലുള്ള മധ്യവർത്തികളാണ് എന്ന് അവരും വിശ്വസിച്ചു. മക്കയിലെ മുശ്രിക്കും വിശ്വസിച്ചു, ഷെയ്ഖിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളും വിശ്വസിച്ചു, നമ്മുടെ കാലഘട്ടത്തിലുള്ള ഖുബൂരികളും വിശ്വസിക്കുന്നു. ഒക്കെ ഒരുപോലെ അല്ല, ഒരു പടി കൂടി മുന്നിലാണ്. കാരണം റുബൂബിയത്തിനെയും അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ ഈ വിശ്വാസമുള്ളതോടൊപ്പം തന്നെ വിഗ്രഹങ്ങൾ, പ്രതിഷ്ഠകൾ, ഔലിയാക്കൾ, അതുപോലുള്ള ആളുകൾ, ഇവർക്കൊക്കെ സ്ഥാനമുണ്ട്, ശഫായത്തിന് അധികാരമുണ്ട്. ഇവരൊക്കെ വെറും മധ്യവർത്തികൾ മാത്രമാണ്, സ്വന്തമായി ഒന്നും ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ കഴിയുന്നവരല്ല എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ഖുബൂരികൾക്ക് അത്രയില്ല. എന്താണ്? സ്വന്തം ചെയ്യാൻ പറ്റുന്നവരെ വിശ്വാസം. അതുകൊണ്ടുള്ള അബ്ദുൽ ഖാദർ ജീലാനി മഴ പെയ്യിപ്പിക്കുന്നു, നദിയൊഴുക്കുന്നു, ഖബറിൽ നിന്ന് അള്ളാഹുവിന്റെ യാതൊരു അംഗീകാരവും ഇല്ലാതെ മരിച്ചവനെ എഴുന്നേൽക്കട എന്ന് പറഞ്ഞപ്പോ എഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോ അവർക്കില്ലാത്ത വിശ്വാസം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പിഴച്ച വിശ്വാസമാകുന്നു. ഇപ്പൊ ഈ അടുത്ത് ഈ CM മടവൂരായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം തോന്നുന്നു. സാധാരണ സമസ്തക്കാർ പറയുന്ന ഒരു വാദമുണ്ട്. എന്താണ്? അള്ള കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ മമ്പർത്ത് തങ്ങളെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, കൊടുങ്ങാക്കാട്ടിലെ പാപ്പയെ കാക്കണേ, 3 പെറ്റുമ്മയെ കാക്കണേ. 3 പെറ്റും വന്നിട്ടൊരു ജാറുണ്ട് കണ്ണൂരിൽ. 3 പെറ്റ ഉമ്മ, 3 മക്കളുള്ള ഉമ്മ. അവിടെ ഈ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് കാഞ്ഞങ്ങാട് പോകുമ്പോ റോഡിന്റെ സൈഡ് കാണാം ഒരു ജംഗ്ഷനിൽ. അപ്പൊ അവിടെ ഇതുപോലുള്ള ആളുകളെ വിളിച്ചാൽ എന്താണ്? അവരൊക്കെ രക്ഷപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു. അതിന് ബലം എന്താ ന്യായം പറയല്? അവർക്കല്ലാഹു അവരുടെ സ്വന്തം കഴിവല്ല, അവർക്കല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കാൻ സാധിക്കും. അപ്പൊ പേരോടിന്റെ ഒരു ക്ലിപ്പ് കേട്ടപ്പെടുത്ത് കൊടുത്ത കഴിവോ? എന്ത് കൊടുത്ത കഴിവ്? ആരാ കൊടുത്ത കഴിവ് എന്ന് പേരോട് ചോദിക്കുന്നുണ്ട്. ആരാ കഴിവ് കൊടുത്ത കഴിവ് ആരാ പറഞ്ഞത്? അതുപോലെ നമ്മളുടെ പുത്തിനിടക്ക് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ കൊടുത്ത കഴിവുണ്ട് എന്നതാണ് ന്യായം പറയൽ. മടവൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാന്ന് തോന്നുന്നു. എന്ത് കൊടുത്ത കഴിവ്? ആരാ അങ്ങനെ കഴിവ് കൊടുത്ത് എന്ന് പേരോട്
കൊടുത്തോളെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താ അങ്ങനെ കൊടുത്തൊരു കഴിവില്ല? ഈ വിശ്വാസം തന്നെ ആർക്കുള്ളത്? മക്കയിലെ മുശ്രിക്കുകൾക്കും. ഹജ്ജിന് തൽബിയത്തിലിപ്പോ ഏത് മുഹമ്മദ് നബി പഠിപ്പിച്ച ഹജ്ജല്ല, മുഹമ്മദ് നബി വരുന്നതിന്റെ പ്രവാചകനാകുന്നതിന്റെ മുമ്പ് മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ മുമ്പ് 3ാമത്തെ 4ാമത്തെ ക്ലാസ്സിൽ ഒരു ക്ലാസ് മുഴുവൻ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു, എല്ലാം ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒക്കെ അവർ ചെയ്തതാണ് ഒന്നൊഴിച്ച്. ഏത്? അള്ളാഹുവിനോട് മാത്രം ദുആ എന്നത് അംഗീകരിക്കില്ല. മാത്രം ദുആ നടത്തി എമർജൻസി ഘട്ടത്തിൽ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ പറഞ്ഞൊക്കെ ഉണ്ട്. അവര് പോലും എന്ത് വിശ്വസിച്ചിട്ടില്ല? അവരുടെ കഴിവ് കൊണ്ടാണ് സഹായിക്കുന്നത് എന്ന് വിശ്വസിച്ചില്ല. നിനക്ക് ഒരു പങ്കുകാരനുമില്ല. ഇല്ലാ ശരീക്കൻ ഹുവ ലക് തംലികുഹു വമമലക്. തൽബിയത്തിൽ അവർ ചൊല്ലിയിരുന്ന വാചകമാണ്. നമ്മൾ ചെല്ലുന്ന അതേ തൽബിയത്ത് ഇതൊരൊറ്റ വാചകം കൂട്ടിച്ചേർക്കും. നിനക്ക് ഒരു പങ്കുകാരനുമില്ല, ഒരു പങ്കുകാരനൊഴിച്ച്. ആ പങ്കുകാരൻ ആരാ? അവന് സ്വന്തമായി ഒരു കഴിവില്ല. തംലികുഹു വമമലക്. ഈ പങ്കുകാരനെയും അയാൾക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതിന്റെയും ഒക്കെ ഉടമസ്ഥൻ നീ തന്നെയാണ്. അപ്പൊ ഞങ്ങൾ വിളിച്ചു തേടുന്ന ലാത്ത, ഉസ്സ, മനാത്ത എന്നിങ്ങനെയുള്ള ഔലിയാക്കളായ ആളുകൾക്ക് സ്വന്തമായി ഒരു കഴിവില്ല. അള്ളാഹുവെ നീ കൊടുത്ത കഴിവ് കൊണ്ട് മാത്രമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം. അതേ ന്യായാണ് ഇവരും പറയുന്നത്. ഏതെങ്കിലും അമ്പർത്ത് തങ്ങൾക്കോ ബദരീങ്ങൾക്കോ ഉഹദീങ്ങൾക്കോ അല്ലെങ്കിൽ പറയുന്ന സി എം മടവൂരോ ഇവർക്കൊന്നും സ്വന്തമായി കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് അള്ള കൊടുത്ത കഴിവിൽ നിന്ന് അവർക്ക് സഹായിക്കും എന്നേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ശിർക്കല്ല. ഇത് പണ്ട് നമ്മളെ പൂർവ്വകാല പണ്ഡിതന്മാരായ ആളുകൾ, കേരളത്തിലെ മുജാഹിദ് നേതാക്കന്മാർ എൻ പി അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ രണ്ടത്താണ് ജയ്ദ് മൗലവി, അങ്ങനെ കുറെ നേതാക്കന്മാർ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ചില ആളുകൾ സംസാരത്തിൽ തിരിച്ച് മറുപടി വയ്ക്കാറുണ്ട്. അങ്ങനെ അള്ള കഴിവ് കൊടുക്കും, ഇവര് വിചാരിക്കുമ്പോൾ കിട്ടും എന്നാണെങ്കിൽ ഒരു കിണറിന്റെ വക്കത്ത് നിർത്തിയിട്ട് ചാടുന്ന മുമ്പ് ചാടുവോ? കഴിവ് അള്ള കൊടുത്തെങ്കിലോ? അപ്പാടെ ചാടാനുള്ള കഴിവ്, ഒരു പരിക്കും പറ്റാതെ കിണറിലേക്ക് ചാടാനുള്ള കഴിവ് അള്ള കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഏതെങ്കിലും ഔലിയനെ കൊണ്ടുപോയി നിർത്തിയാൽ ചാടുവോ? ചാടൂല, ആൾ വേക്കോട്ടു. കാരണം എന്താ? കിട്ടൂല എന്നൊക്കെ അറിയാൻ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകളോട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ പഠിപ്പിച്ച ആയത്തുകളും വ്യക്തമാക്കിയ കാര്യങ്ങളുമൊക്കെ നീ അവർക്ക് ഓതിക്കൊടുക്കുക. അതെന്താ? അള്ള പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടിച്ച പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന അവനെ മാത്രമേ ആരാധിക്കാവൂ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാകുന്നു. അപ്പൊ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ ദുആ നടത്താൻ പാടുള്ളൂ. ഇവിടെ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞാൽ ലിയുവഹിദൂൻ എന്ന് മുഫസ്സിറുകൾ അർത്ഥം നൽകിയത് കാണാം. അവനെ ആരാധിക്കുന്നതിനാൽ അവനെ ഏകനാക്കാൻ. അള്ളാഹു ഏകനാണ്, സൃഷ്ടിക്കുന്ന കാര്യത്തിൽ അവൻ ഏകനാണ്. അപ്പൊ ഇബാദത്തിന്റെ കാര്യത്തിലും അവൻ ഏകനാണ്, മറ്റൊരാൾക്കും ഇബാദത്ത് സമർപ്പിച്ചുകൂടാ എന്നാണ് ഇതിന് അർത്ഥം നൽകിയിട്ടുള്ളത്. ഖുർത്തുബി പോലുള്ള പൗരാണികരായ പണ്ഡിതന്മാരും അല്ലാത്തവരും ഈ അർത്ഥം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ആയത്തുകൾ നീ അവൻ ഓടിക്കൊടുക്കുക. അശ്ശുബ്ഹത്തു സാനിയ, രണ്ടാമത്തെ സംശയം. ഫൈൻ ഖാല ഇന്ന ഹഉലാഇൽ ആയാത് നസലത് ഫീമൻ യഅ്ബുദുൽ അസ്നാമ കൈഫ തജഅലൂന സ്സാലിഹീന മിത്ലൽ അസ്നാം അം കൈഫ തജഅലൂൽ അംബിയാ അസ്നാമൻ. ഇപ്പൊ നമ്മളെ നാട്ടിലെ കുബൂരികളായ ആളുകൾ ചോദിക്കുന്ന അതേ ചോദ്യമാണ്. അള്ളാഹുവിനോടേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത ആളുകൾ നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല എന്ന് അവരോട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുബൂരി ചോദിക്കുന്ന ചോദ്യം എന്താ? നിങ്ങൾ ഈ ഊതന ആയത്തൊക്കെ ആരെക്കുറിച്ചാണ്? മക്കയിലെ അറബികൾ കല്ലിനെയും മരത്തെയും വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ഒക്കെ ആരാധിച്ചിരുന്നു, അവരോടാണ്. ഞങ്ങൾ അങ്ങനെയുള്ള കല്ലിനോടോ മരത്തോടോ പ്രതിഷ്ഠകളോടോ ആരാധിക്കുന്നില്ല. ഞങ്ങൾ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ സാലിഹ്യങ്ങളായ ആളുകളോടാണ്. അതുകൊണ്ട് വിഗ്രഹത്തെ ആരാധിക്കുന്ന ആളുകൾക്കെതിരിൽ അള്ളാഹു ഇറക്കിയ ആയത്ത് ഞങ്ങൾക്കെതിരെയുള്ള തെളിവല്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അതാണ് ഇന്ന ഹഉലാഇൽ ആയാത്. നിങ്ങൾ ഈ ഓതുന്ന ആയത്തുകളുണ്ടല്ലോ, അതൊക്കെ നസലത്ത് ഫീ മൻ യഅ്ബുദുൽ അസ്നാമ, പ്രതിഷ്ഠകളെ ആരാധിക്കുന്നവരുടെ കാര്യത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ആയത്തുകളാകുന്നു. കൈഫ തജഅലൂന സ്സാലിഹീന മിത്ലൽ അസ്നാം, വിഗ്രഹങ്ങളെ പോലെ പ്രതിഷ്ഠകളെ പോലെ സാലിഹ്യങ്ങളായ ആളുകളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആക്കാൻ സാധിക്കുക? അമ്പിയാക്കളായ ആളുകളെ വിഗ്രഹങ്ങളോട് നിങ്ങൾ തുലനം ചെയ്യുകയാണോ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. ഇത് മുഹമ്മദ് അൽ വഹാബിന്റെ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ ആൾക്കാർക്ക് ചോദിച്ച ചോദ്യം. ഇതേ ചോദ്യമാണ് നമ്മുടെ കാലഘട്ടത്തിലുള്ള കുബൂരി ചോദിക്കുന്നത്. അപ്പോ എല്ലാ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ന്യായീകരണങ്ങളൊന്നാണ്, സംശയങ്ങളൊന്നാണ്, ചോദ്യങ്ങളൊന്നാണ്. അപ്പോ
നിങ്ങൾ ഓതുന്ന ആയത്ത് ഞങ്ങൾക്ക് ബാധകമല്ല. ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. കാരണം ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ തൗഹീദിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഔലിയാക്കന്മാരെ മധ്യവർത്തികളാക്കുന്നു, ഞങ്ങൾ കല്ലിനെയോ മരത്തെയോ ആരാധിക്കുന്നവരല്ല. പിന്നെ എങ്ങനെ രണ്ടു കൂട്ടരെയും കൂടി ഒരുമിച്ചാക്കാൻ പറ്റും? അത് മക്കയിലെ കല്ലിനെ മരത്തേക്ക് ആരാധിച്ച ആളുകൾ ഫജാബിഹു ബിമാ തഖദ്ദം ഫഇന്നഹു ഇദാ അഖറ അന്നൽ കുഫാറ യശ്ഹദൂന ബിർറുബൂബിയ്യത്തി കുല്ലിഹാ ലില്ലാഹ് വഅന്നഹും മാ അറാദു മിമ്മാ ഖസദു ഇല്ല ശഫാഅ വലാകിൻ അറാദ അൻ യുഫർരിഖ ബൈന ഫിഇലിഹിം വഫിഇലിഹി ബിമാ ദക്കർ ഫദ്കുർ ലഹു. ഇതിന് അവൻ നൽകാനുള്ള മറുപടി ഫഇന്നഹു ഇദാ അഖറ, നിന്നോട് ഈ ന്യായം പറയുന്ന ഒരുത്തൻ അവൻ അംഗീകരിക്കുന്നു അന്നൽ കുഫാറ യശ്ഹദൂന ബിർറുബൂബിയ്യത്തി കുല്ലിഹാ ലില്ലാഹ്, റുബൂബിയ്യത്ത് സൃഷ്ടി, സംരക്ഷണം, പരിപാലനം ഇത് മുഴുവൻ അള്ളാഹുവിനാണ് എന്ന് കാഫിറുകൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ വഅന്നഹും മാ അറാദു മിമ്മാ ഖസദു ഇല്ല ശഫാഅ, പിന്നെ അവർ ആരെ സമീപിച്ചുവോ ആ ആളുകളിൽ നിന്ന് ശുപാർശയല്ലാത്ത മറ്റൊന്നും ഉദ്ദേശിച്ച് ഇല്ല, അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എങ്കിൽ വലാകിൻ അറാദ അൻ യുഫർരിഖ ബൈന ഫിഇലിഹിം വഫിഇലിഹി ബിമാ ദക്കർ, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത പ്രവൃത്തിയും ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും ഒരുപോലെയല്ല, രണ്ടും രണ്ടാണ് എന്ന് വേർതിരിക്കാനാണ് ഈ മുശ്രിക്ക് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം അവന് നീ പറഞ്ഞു കൊടുക്കണം. അതിനാൽ ഫദ്കുർ ലഹു, നീ അവനോട് പറയുക അന്നൽ കുഫാറ, മക്കയിലെ മുശ്രിക്കുകൾ മിൻഹും മൻ യദ്ഉൽ അസ്നാം. അപ്പൊ ഞങ്ങൾ ഔലിയാക്കളെ അടയാളന്മാരാക്കുകയാണ്, മക്കയിലുള്ള ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിച്ചവരാണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെയല്ല, നിങ്ങൾ ഓതുന്ന ആയത്ത് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന ആളുകളോട് നീ പറയേണ്ട മറുപടി എന്താണ്? മക്കയിലെ കാഫിറുകൾ അവരുടെ കൂട്ടത്തിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചവരുണ്ട്, ഔലിയാക്കളോട് ദുആ ചെയ്തവരുണ്ട്, രണ്ടു കൂട്ടരും ഉണ്ടായിരുന്നു. അവരെ കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തുകൾ അവതരിപ്പിച്ചത്. സൂറത്തുൽ ഇസ്രായിലെ 57-ാമത്തെ ആയത്ത് ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. അപ്പൊ ഈ ന്യായം നമ്മുടെ നാട്ടിലുള്ള ആളുകളും പറയാറുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ കല്ലും മരവും ഒക്കെ ആരാധിച്ചവരാണ്, ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നില്ല. ഈ വാദം തെറ്റാൻ. നമ്മുടെ നാട്ടിൽ കല്ല്, നാട്ടുകല്ലിലെ കല്ലിനെ ആരാധിക്കുന്നു അല്ലേ? മണ്ണാർക്കാടിന്റെ പാലക്കാടിന്റെ അടുത്ത് നാട്ടുകല്ലിന് സ്ഥലമുണ്ട്, കിട്ടില്ലേ? നാട്ടുകല്ല് നാട്ടിവെച്ച കല്ലാണ്. ഇപ്പോഴുണ്ട് കല്ല്. ഹൈവേ വന്നപ്പോഴും അങ്ങോട്ട് മാറ്റി വെക്കുക എന്തോ ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെ രണ്ടു പോകും. പിന്നെ ഈ മലപ്പുറം റൂട്ടിൽ ഇങ്ങനെ ഇതിലൂടെ പോകുന്ന വഴിക്ക് ഒരു വള്ളി, ഒരു മരത്തിന്റെ വള്ളിക്കെട്ട് ആരാധിക്കുന്നത് കാണാം. അവിടെ സ്ഥലം ബസ് പോകാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു മൊയിലിയറുണ്ടാവും, ഒരു പച്ചത്തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്, ഊഞ്ഞാല് പോലെ ഒരു മരത്തിന്റെ വള്ളി. അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ കല്ലിനെയും മരത്തെയും ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ മുശ്രിക്കുകളായ കൂരികളായ ആളുകളിൽ നിലനിൽക്കുന്ന കാര്യമാണ്. ഇനി ഔലിയാക്കളോട് ദുആ ചെയ്യുക, അതുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യവും മക്കയിലെ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതവിടെ പറയുന്നത് മക്കയിലെ കാഫിറുകൾക്കിടയിൽ പ്രതിഷ്ഠകളെ ആരാധിക്കുക, ഔലിയാക്കന്മാരോട് ദുആ ചെയ്യുക രണ്ടു കൂട്ടരുമുണ്ട്. എല്ലാം കല്ലിനെയോ മരത്തിനെയോ ആരാധിച്ചവരല്ല. ഖുർആനിലെ തെളിവെന്ന ഉലൈകല്ലദീന യദ്ഊന, അവർ ആരോട് പ്രാർത്ഥിക്കുന്നുവോ ആ ആളുകൾ. കണ്ടോ, മക്കയിലെ അറബികൾ എന്തിനോട് പ്രാർത്ഥിച്ചുവോ ആ വസ്തു എന്നല്ല. ഉലൈക എന്ന് പറഞ്ഞാൽ അവർ, അക്കൂട്ടർ. ഏത് കൂട്ടർ? അല്ലദീന യദ്ഊന, മക്കയിലെ അറബികൾ മുശ്രിക്കുകൾ ആരോട് ദുആ ചെയ്തുവോ ആ ആളുകൾ. കണ്ടോ, മനുഷ്യന്മാരെ കുറിച്ചാ പറഞ്ഞത്. അവർ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ്, അവരിൽ ഏറ്റവും അടുത്തവർ പോലും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗത്തെ ആഗ്രഹിക്കുന്നവരാകുന്നു. കല്ലും മരവും അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും കൂട്ടുവോ? ഇല്ല. നിങ്ങൾ മക്കയിലെ അറബികൾ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ, ആരാധിക്കപ്പെടുന്ന ആളുകൾ, അവര് തന്നെ അള്ളാഹുവിലേക്ക് എന്താണ് അടുക്കാനുള്ള വഴി എന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ലാത്ത, ഉസ്സ, മനാത്ത, അല്ലെങ്കിൽ വദ്ദ്, സുവാ, യഹൂദ്, യൗഖ്, നസ്ർ, ഇനി അത് പോകട്ടെ, ഇബ്രാഹിം നബിയോട് പ്രാർത്ഥിച്ചവരുണ്ട്, ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിച്ചവരുണ്ട്. കഅബയിൽ പോലും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹമുണ്ടായിരുന്നു. ഈസാ നബിയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഉസൈറിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ജൂതന്മാരുണ്ട്. ഇവരൊക്കെ ആരാ? സാലിഹ്യങ്ങളാണ്, അള്ളാന്റെ നബിമാരാണ്. ഉസൈർ നബിയല്ല, പക്ഷെ ജൂതന്മാർ മഹാനായി കരുതുന്ന ആളാണ്. ഈ ആളുകൾ പോലും ഇപ്പൊ ഇബ്രാഹിം നബിയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ഇസ്മായിൽ നബിയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരെന്താ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി എന്താണ്? അപ്പോ എല്ലാ മക്കയിലെ മുശ്രിക്കും കല്ലിനെയും മരത്തെയും ആരാധിച്ച
ആരാധിച്ചവരാണോ? അല്ല. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ ആരാധിച്ചിട്ടുണ്ട്, മലക്കുകളെ ആരാധിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്. വയർജൂന റഹ്മത്തഹു, അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുന്നവരുമാകുന്നു അവർ, കല്ലല്ല, മരമല്ല. വയഹാഫൂന അദാബഹു, അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കുന്നവരുമാകുന്നു. അപ്പോ മക്കയിലെ അറബികൾ വിളിച്ചു പ്രാർത്ഥിച്ചവരായ ആളുകൾ, അതിൽ ഏറ്റവും അള്ളാഹുവിനോട് അടുത്തവരാരോ അവർ പോലും അള്ളാഹുവിനോട് അടുക്കാനുള്ള വസീല തേടുന്നവരും അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരും അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കുന്നവരുമായിരുന്നു. അപ്പൊ ഇതിന് വേറൊരു വിശദീകരണം ആവശ്യമല്ല. ഈ അള്ളാഹുവിനെ പേടിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളെയാണ് മക്കയിലെ അറബികൾ വസീലയാക്കിയത്, ഇടയാളന്മാരാക്കിയത്. എന്നിട്ടും അള്ളാഹു അവരെ കാഫറാക്കി. അപ്പൊ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകൾ ബദരീങ്ങളെ വിളിക്കുന്നു, മുഹമ്മദ് നബിയെ വിളിക്കുന്നു, ഇനി മമ്പർത്തങ്ങളെ വിളിക്കുന്നു, സിയമടവർ വിളിക്കുന്നു. ഇവരൊക്കെ അതല്ലാത്ത ഭ്രാന്തന്മാരായ ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ നല്ല മനുഷ്യന്മാരായി വിചാരിക്കുക. എന്നാൽ പോലും നിങ്ങൾ ചെയ്യുന്ന പണി ഏതുപോലെയാണ്? മക്കയിലെ മുശ്രിക്കുകൾ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പൊ സാലിഹ്യങ്ങളെ വിളിച്ചാലും കല്ലിനെ വിളിച്ചാലും, സാലിഹ്യങ്ങളെ ഇടയാളന്മാരാക്കിയാലും കല്ലിനെ ഇടയാളന്മാരാക്കിയാലും രണ്ടും ചേർക്കാം. അപ്പൊ പിന്നെ നിങ്ങൾ ഈ പറയുന്ന വാദത്തിന് യാതൊരു അർത്ഥവുമില്ല. രണ്ടു കൂട്ടരും ഒരുപോലെയാകുന്നു. ഇനി അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദ 75. ഇത് ഈസാ നബിയെയും അതുപോലെ തന്നെ ഈസാ നബിയുടെ ഉമ്മ മറിയമിനെയും ആരാധിച്ച ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. മൽ മസീഹു ഇബ്നു മറിയം ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ വ ഉമ്മുഹു സിദ്ദീഖ. ഈ മറിയമിന്റെ പുത്രൻ മസീഹ് അള്ളാഹുവിന്റെ റസൂലല്ലാതെ മറ്റാരുമല്ല. അദ്ദേഹത്തിന് മുമ്പും വേറെയും പ്രവാചകന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അപ്പോ ഈസാ നബിന്റെ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരായ ആളുകൾ ആരാ? അള്ളാഹുവിന്റെ സൃഷ്ടികൾ പ്രവാചകന്മാരാണ്. അതേപോലെ ഉള്ള ഒരു പ്രവാചകൻ മാത്രമാണ് ഈസാ നബി. അതിനപ്പുറത്ത് ഒരു കഴിവ്, ശക്തി, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ, അള്ളാഹുവിന്റെ പുത്രൻ, ദൈവത്തിന്റെ അംശം എന്ന ഒരു കഴിവ് ഈസാ നബിക്കില്ല. മുമ്പുള്ള നബിമാരാരാണോ അതുപോലെ അള്ളാഹുവിന്റെ അടിമയായ പ്രവാചകനായ ഒരാൾ മാത്രമാകുന്നു. ഇതെന്തിനങ്ങനെ പറയാൻ കാരണം? മക്കയിലെ ക്രിസ്ത്യാനികളായ ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചത് കല്ലിനെയല്ല. ആരോടാ? ഈസാ നബിയോട് വിളിക്കുന്നു. ഉമ്മുഹു, മറിയമിനെ വിളിക്കുന്നു. ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ത്രിയേകത്വത്തിൽ രണ്ട് വിഭാഗമുണ്ട്. പിതാവ് എന്ന് പേരിട്ട അള്ളാഹു, പിന്നെ പരിശുദ്ധാത്മാവ് ജിബ്രീൽ, അള്ളാഹുവിന്റെ പുത്രൻ എന്നവർ വിശേഷിപ്പിക്കുന്ന ഈസാ. ഈ മൂന്നും കൂടി കൂടിച്ചേർന്നാണ് അള്ളാഹു, ജിബ്രീല്, ഈസാ. ഇത് മൂന്നും കൂടി കൂടിച്ചേർന്നതാണ് ത്രിയേകത്വം. എന്നാൽ അവരിൽ തന്നെ ഒരു ന്യൂനപക്ഷം പിതാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്, പിന്നെ പുത്രൻ ഈസാ, മാതാവ് മറിയം, ജിബ്രീൽ ഒഴിവാക്കിയിട്ട് ഈ മൂന്നും കൂടി കൂടിച്ചേർന്ന ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗവും ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട്. ഏതായിരുന്നാലും ആ ആളുകൾ മറിയം ഉമ്മുഹു സിദ്ദീഖ, അതായത് മറിയം സിദ്ദീഖത്തുൻ, അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള പ്രവാചകനെ അംഗീകരിച്ചിട്ടുള്ള സത്യസന്ധയായ സത്യപ്പെടുത്തുന്നവളായ ആളാകുന്നു. കാനാ യഅ്കുലാനി തആമ, രണ്ടാളും ഭക്ഷണം കഴിക്കുന്നു എന്ന മനുഷ്യന്മാരാണ്. അസാധാരണമായ മനുഷ്യനല്ല, മലക്കല്ല, തിന്നുന്നവരാണെന്നാൽ ഇവരും മനുഷ്യന്മാരാണ്. ഈ ആളുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്നു, അടിമകളാകുന്നു, പക്ഷേ ഔലിയാക്കന്മാരാണ്. ഈ ആളുകളെ ക്രിസ്ത്യാനികൾ ആരാധിച്ചു. എന്നിട്ടും അള്ളാഹു അവരെ കുറിച്ച് എന്ത് പറഞ്ഞു? ചിർക്കാണ്, കുഫറാണ്, കാഫറുകളാണ്, മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്ന കല്ലിനെയും മരത്തെയും മാത്രം ആരാധിച്ചവരെ അല്ല അള്ളാഹു കാഫറാക്കിയത്. ഔലിയാക്കന്മാരെ ഇടയാളന്മാരാക്കിയ ക്രിസ്ത്യാനികളെ അള്ളാഹു കാഫറാക്കി, മുശ്രിക്കാക്കി. മക്കയിലെ അറബികളെ അള്ളാഹു കാഫറാക്കി, മുശ്രിക്കാക്കി. അപ്പൊ നിങ്ങൾ പറയുന്ന ന്യായം ശരിയല്ല. നിങ്ങളും അവരും ഒരുപോലെ കാഫർ മുശ്രിക്കുമാകുന്നു. നീ നോക്കുക, ചിന്തിക്കുക, അള്ളാഹു എങ്ങനെയാണ് ഇക്കൂട്ടർക്ക് അവന്റെ വചനങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. സുമ്മൻദുർ, പിന്നെ നീ ചിന്തിക്കുക, അന്നായൂഫകൂൻ. ഇങ്ങനൊക്കെ ആയത്തോതി മക്കയിലെ അറബികളുടെയും അതിന്റെ മുമ്പുള്ള മുശ്രിക്കുകളുടെയും ഒക്കെ വിശ്വാസം എന്തായിരുന്നു? അവർ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചവരാണ്, ദുആ ചെയ്തവരാണ്, ഇടയാളന്മാരാക്കിയവരാണ്, അത് ശിർക്കായിരുന്നു എന്ന് അള്ളാഹു ഓതി തന്നിട്ടും അത് ശ്രദ്ധിക്കാതെ അതിൽ നിന്ന് തിരിക്കപ്പെടുന്നത് എങ്ങനെയാണ് മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ തൗഹീദിലേക്ക് പോകാതെ ഔലിയാക്കന്മാരെയാണ് ഞങ്ങൾ വിളിക്കുന്നത്, അത് വിഗ്രഹാരാധനയല്ല, അവരുടേത് വിഗ്രഹാരാധനയായിരുന്നു, അവരുടേത് ശിർക്കാണ്, ഞങ്ങളത് ശിർക്കല്ല എന്ന് ഈ തൗഹീദിൽ നിന്ന് ഇവർ എങ്ങനെ തിരിച്ചുവിടപ്പെടുന്നു എന്ന് നീ നോക്കുക എന്ന് അള്ളാഹു പറയുന്നു. ധാരണ നമ്മളോടാ. ഈ ആളുകൾ എങ്ങനെയാണ് ഇത്രയൊക്കെ സത്യം വ്യക്തമാക്കി കൊടുത്തിട്ടും അവരുടേത് വിഗ്രഹാരാധനയാണ്, ഞങ്ങൾ ഔലിയാക്കളുടേതാണ്, അത് ശിർക്കല്ല എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആയത്ത് സൂറത്ത് സബയിലെ 40-41. വയൗമ യഹ്ശുറുഹും ജമീഅൻ, ഖിയാമത്ത് നാളിൽ അവരെ എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടും. ആരായി അവരെല്ലാവരും? അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചവരും അള്ളാഹു അല്ലാത്ത ആരെയാണോ ആരാധിച്ചത് ഈ
ആരാധിക്കപ്പെട്ടവരും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഇപ്പൊ ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാവും, ക്രിസ്ത്യാനികൾ ആരാധിച്ച ഈസാ നബി പരലോകത്തുണ്ടാവും. അബ്ദുൽ ഖാദർ ജീലാനിയെ ആരാധിച്ച സമസ്തക്കാരനുണ്ടാവും, അബ്ദുൽ ഖാദർ ജീലാനിയും അവിടെ ഉണ്ടാവും. ബദരീങ്ങളെ വിളിക്കപ്പെട്ട ബദരീങ്ങൾ അവിടെ ഉണ്ടാവും, ബദരീങ്ങളെ വിളിച്ച കുബൂരികളും അവിടെ ഉണ്ടാവും. എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. അള്ളാഹുവിനെ വിളിച്ച തൗഹീദുള്ളവരും ഉണ്ടാവും. എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടും. സുമ്മ യഖൂലു, പിന്നെ അവൻ ചോദിക്കും, ആര്? അള്ളാഹു ചോദിക്കും, ലിൽ മലായികത്തി, മലക്കുകളോട്. അതായത് മലക്കുകളെ ആരാധിച്ച ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഐക്കല്ല്, ഏലസ്, അങ്ങനെ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ടല്ലോ. ഇതിനകത്തൊക്കെ ചുരുട്ടിയും പരത്തിയും തലയണ പോലെയും പരന്ന ചതുരാകൃതിയിലും ഒക്കെ ഉണ്ടാക്കി അരയിലും കഴുത്തിലും കൈത്തണ്ടയിലൊക്കെ കിട്ടുന്ന സാധനമല്ലേ ഐക്കല്ല്, ഏലസ് എന്നൊക്കെ പറഞ്ഞ സാധനം. അതുപോലെ പിഞ്ഞാണമെഴുത്ത്, കുറെ കള്ളി വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട് അതിനകത്ത് പിന്നെ വ്യക്തമാകാത്ത അക്കങ്ങൾ, അക്ഷരങ്ങൾ, ചില പേരുകൾ അതിനകത്ത് ഗന്ധിന്റെ പേര് എഴുതിച്ച് പച്ച ഷിയന്റെ കയ്യിലുള്ള ഐക്കല്ല്, ഏലസ് തയ്ച്ചു നോക്കിയാൽ അതിനകത്ത് അലി, ഹസൻ, ഹുസൈൻ, ഫാത്തിമ ഇതൊക്കെ ഉണ്ടാവും. ഇത് നമ്മളെ നാട്ടിലെ കുബൂരി കിട്ടുന്ന ഐക്കല്ല്, ഏലസ് തയ്ച്ചു നോക്കിയാൽ അതിനകത്ത് ഇതുണ്ടാവും. അലി അള്ളാൻ എന്താ കുഴപ്പം? ഫാത്തിമക്ക് എന്താ കുഴപ്പം? ഹസൻ, ഹുസൈൻ എന്താ കുഴപ്പം? ഇതൊക്കെ ഹദീദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പേരിട്ട് പറഞ്ഞിട്ടുള്ള 4 ആളുകളാണ്. ഈ ആളുകളെയൊക്കെയാണ് ഇവരൊക്കെ പരലോകത്തുണ്ടാവും. അതുപോലെ തന്നെ മലക്ക്, ജിന്നിന്റെ പേര് തിരിയാത്ത കുറെ, എന്താ ഏത് ഭാഷയാന്ന് പോലും അറിയില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ജിന്നിന്റെ പേരാണ്, മലക്കിന്റെ പേരാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്ന മലക്കിന്റെ പേരുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ വേറെ ഭാഗം കുറച്ചുണ്ടാക്കുകയാണ്. എന്നിട്ട് മലക്കിന്റെ പേര്, ജിന്നിന്റെ പേരൊക്കെ ഈ കഷ്ണത്തിലൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കുബൂരിയും സമസ്തക്കാരനും മലക്കുകളെ ആരാധിക്കുന്നു, സാലിഹീങ്ങൾ ആരാധിക്കുന്നു, ഔലിയാക്കൾ ആരാധിക്കുന്നു. ഇവരൊക്കെ പരലോകത്തുണ്ടാവും. എന്നിട്ട് മലക്കുകളോട് അള്ളാഹു ചോദിക്കും. ഇവിടെ മലക്കുകൾ പറയാൻ കാരണം എന്താ? മലക്കുകളെ ആരാധിച്ച ആളുകളോട്, ആരാധിക്കപ്പെട്ടിട്ടുണ്ട്, ആ ആരാധിക്കപ്പെട്ട മലക്കുകളോട് അള്ളാഹു ചോദിക്കും, ഇയ്യാകും കാനൂ യഅ്ബുദൂൻ. മലക്കുകളോട് അള്ളാഹു ചോദിക്കാൻ, ഇവരാണോ നിങ്ങളെ ആരാധിക്കാറുണ്ടായിരുന്ന ആളുകൾ? അപ്പൊ ജിബ്രീലെ കാക്കണേ, മീക്കായിലെ കാക്കണേ, അസ്രായേലെ കാക്കണേ. അങ്ങനെ അസ്രായേലെ മലക്കുണ്ടോ? ഇല്ല. അസ്രായേൽ എന്നൊരു മലക്കിന്റെ പേരില്ല. മലക്കുൽ മൗത്ത് എന്ന ഖുർആനിൽ പേര്. അപ്പൊ ഇങ്ങനെയുള്ള മലക്കുകളെ വിളിച്ച് ബാധിക്കുന്ന ആളുകളോട് പരലോകത്ത് അള്ളാഹു ചോദിക്കും, മലക്കുകളോട്, നിങ്ങളെ ആരാധിച്ചവർ ഇവരാണോ? ഈ ആയത്ത് എന്തിനാ അവിടെ കൊണ്ടുവരുന്നത്? മക്കയിലെ മുശ്രിക്ക് കല്ലിനെയും മരത്തെയുമാണ് ആരാധിച്ചത്. ഞങ്ങൾ ഔലിയാക്കളെയാണ് ആരാധിക്കുന്നത്, ഞങ്ങളത് ശിർക്കല്ല, അവരത് ശിർക്കാണ് എന്നുള്ള ന്യായം. ഈ ആയത്ത് ആരോടാ? നബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മലക്കുകളെ ആരാധിച്ച. അപ്പൊ എന്താ, നബിന്റെ കാലഘട്ടത്തിലും മലക്കുകളെ ആരാധിച്ച ആളുകളുണ്ട്. മലക്കുകൾ അല്ലാഹുവിനോട് അടുത്ത ആളുകളാണ്. എന്നിട്ടും അവരെ ഈ മലക്കിനെ ആരാധിച്ചവരല്ല കാഫറാക്കി. എന്നിട്ട് പരലോകത്ത് നല്ല ചോദിക്കുകയാണ് മലക്കുകളോട്, നിങ്ങളെ ആരാധിച്ചവർ ഇവരാണോ? ഖാലു, മലക്കിന്റെ മറുപടി, സുബ്ഹാന, നീ എത്ര പരിശുദ്ധൻ, അന്ത വലിയുന, നീയാണ് ഞങ്ങളെ വലിയ, മിൻ ദൂനിഹിം, ഈ ആളുകൾക്ക് പുറമെ, ബൽ കാനൂ യഅ്ബുദുനൽ ജിന്ന, അവർ ജിന്നുകളെ ആരാധിക്കാറുണ്ടായിരുന്നു. അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, മനുഷ്യരിൽ അധിക പേരും ജിന്നിൽ വിശ്വസിക്കുന്നവരായിരുന്നു. ഇവിടെ മലക്കുകളുടെ മറുപടി എന്താ? ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലക്കുകളെ ആരാധിച്ചവർ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. മലക്കുകൾ എന്നാൽ സാലിഹീങ്ങളാണ്, അള്ളാഹുവിന്റെ അടുക്കൽ മുഖർറബുകളാണ്. എന്നിട്ടും അള്ളാഹു അവരെ കാഫറാക്കി. അപ്പൊ ഔലിയാക്കൾ ആരാധിച്ചാലും ചുരുക്കാകും, കല്ലിനെ ആരാധിച്ചാലും ചുരുക്കാവും. 2 കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ട്. അത് മക്കത്തുണ്ടായിരുന്നു, ഷെയ്ഖിന്റെ നാട്ടിലുണ്ടായിരുന്നു. ഇനി ഈ മലക്കുകൾക്ക് മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിച്ചവരാരാണ് എന്നറിയില്ല. അതുകൊണ്ടാണല്ലോ ഇവരാണോ നോക്കുമ്പോ, ഞങ്ങൾക്ക് നീയല്ലാതെ പഠിച്ചവനൊരു വലിയില്ല, പിന്നെ അങ്ങനെ ഞങ്ങൾ ആരാധിക്കാൻ ഞങ്ങൾ ഇവരോട് പറയാ? അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവരാരാധിച്ചത് ഞങ്ങൾക്കറിയില്ല, എന്നാൽ ഇവർ ജിന്നിനെ ആരാധിക്കാറുണ്ടായിരുന്നു എന്ന് മലക്കുകൾ പറയും. അപ്പൊ ഈ 3 ആയത്തുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ന്യായം പറയുന്ന ആളുകൾക്ക് യാതൊരു തെളിവുമില്ല എന്നതാണ്. ഇനി സൂറത്തുൽ മാഇദ 116-ാമത്തെ ആയത്ത്, വഇദ് ഖാലല്ലാഹു യാ ഈസ ഇബ്ന മറിയം അഅൻത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ് ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്ഇൻ ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംത തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. നോക്കൂ, ഇത് നേരത്തെ പറഞ്ഞത് മലക്കളെ കുറിച്ചാണ്. ഇനി ഈസാ നബിയെ ആരാധിച്ചവർ, മറിയമിനെ ആരാധിച്ചവർ, പരലോകത്ത് അള്ളാഹു ചോദിക്കും, യാ ഈസ ഇബ്ന മറിയം, മറിയമേ, അഅൻത ഖുൽത ലിന്നാസി, നീയാണോ ജനങ്ങളോട് പറഞ്ഞത്, ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ എന്നെയും എന്റെ ഉമ്മയെയും നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിച്ചോളൂ എന്ന് ഈസേ
നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കും. ഇവിടെ എന്തിനാ ഈ ആയത്ത് കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നത് കല്ലിനെയും മരത്തെയുമല്ല, ചർച്ചിൽ കാണുന്ന ഈസാ നബിയുടെ വിഗ്രഹമായ കല്ലിനോടല്ല, മറിയമിന്റെ രൂപത്തിലുണ്ടാക്കി വെച്ച കല്ലിനെയല്ല, മറിച്ച് ഈ രണ്ട് ബിംബങ്ങളും ഈസാ എന്ന അള്ളാഹുവിന്റെ പ്രവാചകനെയും മറിയം എന്ന സിദ്ദീഖത്തായ പെണ്ണിനെയും പ്രതിനിധീകരിക്കുന്നു. അപ്പൊ ആ കല്ലല്ല, കല്ലാരെ പ്രതിനിധീകരിക്കുന്നുവോ ആ ഈസയെയും മറിയമിനെയുമാണ് ആരാധിച്ചത്. അവരെയും അള്ളാഹു എന്ത് ചെയ്തു? അവരും കാഫർ മുശ്രിക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് ചോദിക്കാൻ, ഈസേ നീയാണോ നിന്നെയും എന്റെ ഉമ്മയെയും ആരാധിക്കാൻ പറഞ്ഞത്? ഈസാ നബിന്റെ മറുപടി എന്തായിരിക്കും? ഇവരെ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരന്റെ വിശ്വാസം എന്താ? മരിച്ചതിന് ശേഷം വിളിച്ചു പ്രാർത്ഥിക്കുന്നത് വിളിച്ചാലൊക്കെ ആരറിയും? കബറിൽ കിടക്കുന്ന ഔലിയപ്പാ പറയും. നബിനെ വിളിച്ചാൽ നബികൾക്കും, ബദരീങ്ങളെ വിളിച്ചാൽ ബദരീങ്ങൾക്കും അവരുത്തരം ചെയ്യും. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ വിളിച്ചത് ഈസാ നബി കേൾക്കണ്ടേ? അപ്പൊ ഈസാ നബി എന്താ മറുപടി പറയേണ്ടത്? ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവരൊക്കെ എന്നെ ആരാധിച്ചവരാണ് എന്നല്ലേ ഈസാ നബി മറുപടി പറയേണ്ടത്? പക്ഷെ ഈസാ നബി മറുപടി എന്താ? ഖാല സുബ്ഹാനക, മോളായത്ത് പറഞ്ഞതുപോലെ തന്നെ ഈസാ നബി പറയും, നീ എത്ര പരിശുദ്ധൻ, മാ യകൂനു ലീ, എനിക്ക് പറ്റിയ പണിയല്ല, അൻ അഖൂല പറയൽ, അള്ളാഹുവിനെ അല്ല എന്നെയും അമ്മനെയും ആരാധിച്ചോളൂ എന്ന് പറയൽ എനിക്ക് പറ്റിയ പണിയല്ല. മാ ലൈസ ലീ ബിഹഖിൻ, എനിക്ക് യാതൊരു ഹക്കുമില്ലാത്തത് ഞാൻ പറയുകയില്ല, എനിക്കൊരു അവകാശവുമില്ല. ഇൻ കുന്തു ഖുൽതുഹു, ഇനി അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് അലിംതഹു, അള്ളാഹുവെ നിനക്കറിയാലോ. ഈസാ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ നിനക്കതറിയില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അഅലമു മാ ഫീ നഫ്സി, എന്റെ മനസ്സിലുള്ളത് നിനക്കറിയാം. വലാ അഅലമു മാ ഫീ നഫ്സിക, അല്ലാഹുവൻ എന്റെ മനസ്സിലുള്ളത് എനിക്കറിയാൻ സാധിക്കുകയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായും എല്ലാ അദൃശ്യ കാര്യങ്ങളും അറിയുന്നവൻ നീ തന്നെയാകുന്നു. അതാണ് ഈസാ നബിന്റെ മറുപടി. അപ്പോ ഈസാ നബിയെ ആരാധിച്ചത് ഈസാ നബി അറിഞ്ഞിട്ടില്ല. അപ്പൊ മരിച്ചവർ പ്രവാചകന്മാരായിരുന്നാൽ പോലും ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുകയില്ല. അതുകൂടി എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം ഈസാ നബിയെയും മറിയം എന്ന് പറയുന്ന ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ ഔലിയാക്കളായ ഈ ആളുകളെ ആരാധിച്ചവരെയും അള്ളാഹു കാഫറാക്കി, മുശ്രിക്കാക്കി. അപ്പൊ നിങ്ങൾ വിളിച്ചു തേടുന്നത് കല്ലും മരവുമല്ല, ഔലിയാക്കളെ ആണെങ്കിൽ പോലും അത് ശിർക്കാകുന്നു. ഫഖുല്ലഹു, ഈ ആയത്തുകൾ ഓതിക്കൊടുത്തുകൊണ്ട് ഈ ന്യായം ഉന്നയിക്കുന്നവരോട് നീ പറയുക, അറബ്ത, ഏ ഖുബൂരി മുശ്രിക്കേ, അല്ലാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനെ നീ മനസ്സിലാക്കിക്കോ, അന്നല്ലാഹ കഫറ മൻ ഖസദൽ അസ്നാമ, വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ആരാധിച്ചവനെയും അല്ലാഹു കാഫിറാക്കിയിട്ടുണ്ട്. വകഫറ മൻ ഖസദ സ്വാലിഹീന, സ്വാലിഹീങ്ങളെയും ഔലിയാക്കളെയും ഉദ്ദേശിച്ച് അവരോട് ദുആ ചെയ്തവനെയും അല്ലാഹു കാഫിറാക്കിയിട്ടുണ്ട്. വഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഔലിയാക്കളോട് പ്രാർത്ഥിച്ചവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ യുദ്ധം ചെയ്തത്. അപ്പൊ എന്താ? കല്ലിനെ വിളിച്ചാലും, കല്ല് പ്രതിനിധീകരിക്കുന്ന വലിയനെ വിളിച്ചാലും, ഇനി ഖബറിൽ കിടക്കുന്ന വലിയനെ വിളിച്ചാലും രണ്ടും ഒരുപോലെയാണ്. കാരണം നബിന്റെ കാലഘട്ടത്തിൽ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ലാത്ത, ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഈസ, മറിയം എന്നിങ്ങനെയുള്ള പ്രവാചകന്മാരെയും ഔലിയാക്കളെയും വിളിച്ചു. അവരല്ലാഹു കാഫിർ മുശ്രിക്കുമാക്കി. അപ്പൊ ഈ മമ്പർത്ത തങ്ങളെയും ഒടുങ്ങാക്കാട്ടിലെ പാപ്പനെയും നാഗൂരൗലിയെയും ആണ്ടവരെയും അതുപോലെ തന്നെ സി എം മടവൂരിനെയും ആരെ വിളിച്ചാലും ആ വിളിക്കുന്നവരും നാട്ടുകല്ലിലെ കല്ലിനെ ആരാധിക്കുന്നവനും ഈ വള്ളിക്കെട്ടിനോട് സഹായം ചോദിക്കുന്നവനും രണ്ടും ഒരുപോലെയാണ്. കല്ലായാലും